ഹലോ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖല്ലേ? ലോങ് വീക്കെൻഡ് ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടായില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ചില്ല് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സീ സൈഡിലേക്കാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തത്. കുറച്ച് ഓഫ് റോഡാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് നേരം ഞാനും വൈഫും ഇങ്ങനെ ചില്ല് ചെയ്ത് നിന്നു. നമുക്ക് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കൊടുന്ന സാധനങ്ങളൊക്കെ കാറിൽ നിന്ന് പുറത്തെടുത്ത് അറേഞ്ച് ചെയ്തു. ഈ ടേബിള് പണ്ടൊരു ഷിപ്പിംഗ് പാലറ്റിൽ നിന്ന് നമ്മൾ വീട്ടിൽ DIY ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മച്ചാൻ ജെറ്റ് സ്കീല് പറന്ന് വരുന്നുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നൂഡിൽസും കട്ടനൊക്കെ ഉണ്ടാക്കാനുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. സഡൻ പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും സെറ്റാക്കാൻ പറ്റിയില്ല. വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തത്. നമ്മൾ ആകെ കൂടെ എക്സ്ട്രാ വാങ്ങിയത് ഒരു സ്റ്റൗവാണ്. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇതാണ് ആ ടോട്ടൽ സെറ്റപ്പ്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അങ്ങനെ വാങ്ങി സ്റ്റൗവ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല സ്റ്റൗവാണ് കേട്ടോ. ഒരു എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് വീട്ടിൽ ഗ്യാസ് എങ്ങാനും തീർന്ന് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അത്യാവശ്യം അഫോർഡബിളും ആണ്. അങ്ങനെ ആദ്യം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്യാനൊക്കെ വെച്ചു. അങ്ങനെ നല്ല ചില്ല് സ്ഥലമാണ്. ഒരു വീക്കെൻഡൊക്കെ വന്ന് ചെറിയ കട്ടനൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. കുറേ ആൾക്കാർ ഫിഷിങ്ങിനൊക്കെ വന്ന് കാണുന്നുണ്ട്. ജുഫയറിൻ്റെയും അതുപോലെ മനാമേൻ്റെയൊക്കെ സിറ്റിസ്കേപ്സ് നല്ല അടിപൊളിയായിട്ട് കാണാം. നമ്മുടെ നൂഡിൽസ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആവി പറക്കുന്ന നൂഡിൽസ്. ആ നൂഡിൽസൊക്കെ കുക്കായി നമുക്കിതിൽ മസാലയൊക്കെ ആഡ് ചെയ്യാം. മസാല ഉണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഓയിലൊക്കെ ഉണ്ട്. അതായത് ഇൻഡോമിൻ്റെ കൂടെ ഓയിലൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബി റെസ്പോൺസിബിൾ ഗൈസ്. നമ്മൾ കൊണ്ടുവന്ന ഇതിൽ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിലത്തുനിന്ന് ഇടാണ്ടിരിക്കുക. നമ്മൾ വന്നപ്പോൾ ഇവിടെ കുറേ കച്ചറ കിടക്കുന്നത് കണ്ടു. നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്തു. അവിടെ വിചാരിച്ച പോലെയല്ല, നല്ല കാറ്റാണ്. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. പിന്നെ ഈ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞതിന് ശേഷം വയറിൽ ഭയങ്കര തണുപ്പാണ്. അങ്ങനെ അടുത്ത കലാപരിപാടി കട്ടൻ ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് മേക്ക് കട്ടൻ ഗൈസ്.
അങ്ങനെ അവിടെ കട്ടൻ തിളച്ചു തുടങ്ങി. നല്ല ചൂടാവി അടിക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. പുതിനയും കൂടെ ഇട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് ആക്കാം. ഏലക്കയും ഗ്രാമ്പൊക്കെ ഇട്ട നല്ല നൈസൊരു കട്ടനാണ്. നല്ല തണുപ്പത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു മൂടാണത്. അങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച നല്ല ചൂട് കട്ടനും അതുപോലെ നൂഡിൽസൊക്കെയാണ്. പക്ഷെ ചൂട് കട്ടനും നൂഡിൽസൊക്കെ കഴിക്കാറാകുമ്പോഴേക്കും തണുത്ത് പോകും. എന്ത് ചെയ്യുക, നമുക്കിത് വെച്ചിട്ട് നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ചായ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ച് പാക്ക് ചെയ്ത് വീട്ടിലേക്ക് എടുക്കാം. പറഞ്ഞ പോലെ ഗൈസ്, നമ്മൾ ബി റെസ്പോൺസിബിൾ. നമ്മൾ എവിടെ ഔട്ട്ഡോറോ ഇൻഡോറോ എന്ത് പരിപാടി പോവുകയാണെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാളും വേസ്റ്റോ അതിന് ഗാർബേജ് ഒന്നും പബ്ലിക് പ്ലേസിൽ നിന്ന് ഇടരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണാം. ബൈ ഗൈസ്.